ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2020 പുറത്തിറങ്ങിയ സിന്ദഗി ഇൻ ഷോർട്ട് എന്ന ആന്തോളജി മൂവിയിലെ സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്ന പെർട്ടിക്കുലർ എപ്പിസോഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ എപ്പിസോഡിലേക്ക് കടക്കാം. എപ്പിസോഡ് തുടങ്ങുമ്പോൾ ബിന്ദു എന്നൊരു സ്ത്രീയാണ് കാണിക്കുന്നത്. ഇവരാണ് നമ്മുടെ നായിക. വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷമായി. അവർക്കുള്ളിൽ പുറത്തു പറയാൻ കഴിയാത്തത്ര സങ്കടങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും ഉണ്ട്. ഇപ്പോൾ പോലും അവരുടെ ചൂണ്ടുവിരലിന് പരിക്കേറ്റു എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ വന്ന് കാണിക്കുമ്പോൾ എത്ര തവണയാണ് ഈ വിരലൊടിച്ച് ആശുപത്രിയിൽ വന്ന് കെട്ടുമായി പോകുന്നത്. ഇതിനുശേഷവും ഈ വിരലിന് പരിക്കേറ്റ ഭേദമാവാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് സൂക്ഷിച്ചു നോക്കണം എന്ന് ഡോക്ടർ പറഞ്ഞ് വീണ്ടും ഒരു കെട്ടും കൂടി ഇട്ടുവിടുന്നു. നമ്മുടെ ബിന്ദു വീട്ടിലൊരു വേലക്കാരിയെ പോലെയാണ് കഴിയുന്നത്. അവരുടെ വീട്ടിൽ ഒരു വേലക്കാരി ഉണ്ടെങ്കിലും അവർ പാത്രങ്ങൾ മാത്രമേ കഴുകുള്ളൂ. എന്നാൽ ബിന്ദുവാണ് വീട്ടിലെ ബാക്കി എല്ലാ ജോലികളും നോക്കുന്നത്. ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കുന്നത് മുതൽ ഇപ്പോൾ വീട്ടിൽ ആരെങ്കിലും അതിഥികൾ വന്നാൽ അവർക്ക് ബജ്ജി, ബോണ്ട, സമൂസ എന്നിവയെല്ലാം ഉണ്ടാക്കി ചായ ഇട്ട് കൊടുക്കുന്നത് വരെ ചെയ്യണം. അങ്ങനെ ഇരിക്കെ അവരുടെ ഭർത്താവിനെയാണ് കാണിക്കുന്നത്. അയാൾ തൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന രാകേഷ് എന്നൊരു പയ്യനെയും തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഈ രാകേഷിൻ്റെ അച്ഛൻ ഒരു വലിയ MLA ആണ്. അവൻ ആ കമ്പനിയിൽ പുതുതായി ചേർന്നതാണ്. നമ്മുടെ ഹീറോ, അതായത് ഭർത്താവ്, മാനേജറാണ്. അയാൾക്ക് താഴെയാണ് ഈ രാകേഷ്. ഈ രാകേഷിനെ കയ്യിലെടുത്താൽ അവൻ MLAയുടെ മകനായതുകൊണ്ട് ഭാവിയിൽ ഉപകരിക്കുമെന്ന് കരുതി നായികയുടെ ഭർത്താവ് വളരെ താഴ്മയോടെയാണ് ആ രാകേഷിനോട് സംസാരിക്കുന്നത്. ഇപ്പോൾ ആ രാകേഷിൻ്റെ മുന്നിൽ വെച്ച് തന്നെ നമ്മുടെ നായികയെ, എന്ത് ചായയാണിത്, ഒട്ടും ചൂടില്ലല്ലോ, ഒരു അതിഥിക്ക് ഇങ്ങനെയാണോ ചായ ഇട്ട് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുകയും നമ്മുടെ രാകേഷ് അത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓഫീസിൽ നിന്ന് ബാങ്ക് ലോൺ എടുക്കുന്ന ഒരു ഫയലിൽ നമ്മുടെ നായിക ബിന്ദുവിനും ഒപ്പിടേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഒടിഞ്ഞ ആ വിരൽ വെച്ച് അവർ വളരെ കഷ്ടപ്പെട്ട് ഒപ്പിടുമ്പോൾ അടുത്ത് നിൽക്കുന്ന അവരുടെ ഭർത്താവ് അത് കണ്ടില്ലെന്ന് നടിക്കുന്നു. എന്നാൽ രാകേഷ് സഹായിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ വരുന്ന ഭർത്താവും, സർ, ഈ സമൂസ എടുത്തോളൂ, എൻ്റെ ഭാര്യ ചായ വളരെ മോശമായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഈ സമൂസ ബെസ്റ്റാണ്, അതിനുവേണ്ടി മാത്രമാണ് 20 വർഷമായി ഞാൻ ഇവളെ കല്യാണം കഴിച്ച് നിർത്തിയിരിക്കുന്നത് എന്ന തമാശയായി ഭാര്യയുടെ മുന്നിൽ വെച്ച് തന്നെ അവളെ വേദനിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചുമ്മാ തമാശയ്ക്കായിട്ട്, ഇവളെനിക്കൊരു സ്ലീപ്പിംഗ് പാർട്ട്ണർ മാത്രമാണ്, എല്ലാം കുറച്ച് സപ്പോർട്ടീവായി എടുക്കുന്നവളാണെന്നും പറയുന്നു. ഇപ്പോൾ കട്ട് ചെയ്താൽ രാത്രി ഭർത്താവ് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബിന്ദു ഭർത്താവ് പറഞ്ഞ വാക്കുകൾ ഓർത്ത് വല്ലാതെ വേദനിക്കുന്നു. വന്ന അതിഥിയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയാണ് സംസാരിക്കേണ്ടിയിരുന്നത് എന്നവർ ചിന്തിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെയും ഉച്ചയ്ക്കും പാചകത്തിനാവശ്യമായ പച്ചക്കറികൾ അരിയുന്ന പോലുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബിന്ദു തൻ്റെ മകളുമായി വീഡിയോ കോളിൽ സംസാരിക്കുന്നു. ആ മകൾ വിദേശത്താണ് പഠിക്കുന്നത്. സോഫിയ, ഇത്തവണ അവധിക്ക് വരുമ്പോൾ അമ്മ അടുക്കളയിൽ കുറച്ചെങ്കിലും സഹായിക്കണം കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ, അയ്യേ, ഞാൻ അമ്മയെപ്പോലെ ഒരു വേലക്കാരിയൊന്നുമല്ല, അടുക്കളയിലൊന്നും കയറാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് മകളും വളരെ വേദനിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുന്നു. അത് നമ്മുടെ നായിക ബിന്ദുവിന് വലിയ വിഷമം ഉണ്ടാക്കുന്നു. അങ്ങനെ ഭർത്താവിനും മനസ്സിലാക്കാൻ കഴിയാതെ മകളും ഇങ്ങനെ സംസാരിക്കുന്ന എല്ലാം കേട്ട് വളരെ കഷ്ടപ്പാടോടെയാണ് ബിന്ദു ജീവിക്കുന്നത്. അവർക്ക് നേരം പോക്കായതിനുള്ള ഒരേ ഒരു കാര്യം യൂട്യൂബിൽ വല്ല കഥകളും കേൾക്കുകയോ അല്ലെങ്കിൽ വല്ല പുസ്തകങ്ങളും വായിക്കുകയോ ചെയ്യുക എന്നതാണ്. അങ്ങനെ ഭർത്താവ് രാവിലെ ജോലിക്ക് പോയാൽ രാത്രിയെ വരും. അങ്ങനെ ഒരു ഉച്ച സമയത്ത് ഭർത്താവ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ആ രാകേഷ് എന്ന് പറയുന്നവൻ ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് വരുന്നു. ബിന്ദു വാതിൽ തുറന്നു നോക്കിയിട്ട്, എൻ്റെ ഭർത്താവ് ഓഫീസിലാണല്ലോ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല, സത്യത്തിൽ ഞാൻ ഓഫീസിൽ നിന്ന് അവധി എടുത്തു, ഇനി 2 മാസം കഴിഞ്ഞ് എൻ്റെ കല്യാണമുണ്ട്, അതിൻ്റെ ക്ഷണക്കത്ത് കൊടുക്കാൻ വന്നതാണ് എന്നവൻ പറയാണ്. ഇവരും രാകേഷിനെ ഇരുത്തിയിട്ട് ചായ ഇട്ട് കൊടുക്കുന്നു. തുടർന്ന് രാകേഷിനോട് പെൺകുട്ടിയുടെ പേരെന്താണ്, അറേഞ്ച്ഡ് മാരേജ് ആണോ, ലവ് മാരേജ് ആണോ തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. പെൺകുട്ടിയുടെ പേരെന്താണെന്നും ഫോട്ടോയും കാണിച്ചു തരാമെന്ന് പറഞ്ഞ് രാകേഷ് തൻ്റെ ഫോണിലുള്ള പെൺകുട്ടിയുടെ ഫോട്ടോസൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ കുറച്ച് പ്രൈവറ്റായി എടുത്ത ഫോട്ടോസ് അറിയാതെ അവിടെ ഓപ്പൺ ആവുന്നു. അതും നമ്മുടെ ബിന്ദു കാണുന്നു. അവർക്കൊരു വല്ലായ്മ തോന്നുന്നുണ്ട്. അയ്യോ സോറി രാകേഷ് എന്ന് പറയുമ്പോൾ, അല്ല ബിന്ദു, നിങ്ങൾക്ക് നോക്കാം, ഇതൊന്നും തെറ്റല്ല, അന്ന് തന്നെ പറയണമെന്ന് ഞാൻ വിചാരിച്ചതാ. നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെടുത്തുന്നുണ്ടല്ലേ, സത്യത്തിൽ നിങ്ങളുടെ സൗന്ദര്യത്തിനും നിങ്ങളുടെ പാചക നൈപുണ്യത്തിനും നിങ്ങളിവിടെ നിൽക്കേണ്ട ആളല്ല എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഈ രാകേഷും ബിന്ദുവിൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ അവിടെ കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. നമ്മുടെ ബിന്ദു ഭർത്താവിന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം പൊതിഞ്ഞ് ഡ്രൈവറുടെ കയ്യിൽ കൊടുത്തുവിടാറുണ്ട്. അങ്ങനെ ആ ഡ്രൈവറുടെ കയ്യിൽ ഭക്ഷണം കൊടുത്തുവിടുന്നു. അതിനുശേഷം വാതിൽ തുറന്നിട്ട്, രാകേഷ്, നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോ എന്നവനോട് പറയുന്നു. എന്നാൽ രാകേഷും അവിടെ വെച്ചിട്ട്, ബിന്ദു, ഞാൻ എപ്പോൾ നിങ്ങളെ കണ്ടോ അപ്പോൾ തന്നെ എൻ്റെ മനസ്സ് കൈവിട്ടു പോയതാണ്, നിങ്ങൾക്ക് ജീവിതം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ആ സ്ഥലത്ത് വെച്ച് നമ്മുടെ നായികയുമായി രാകേഷ് കുറച്ച് അടുത്തിടപഴകാനും തുടങ്ങുന്നു. നമ്മുടെ ബിന്ദുവിനും ഈ 20 വർഷം തൻ്റെ ഭർത്താവിൽ നിന്ന് വെറും നരക ജീവിതം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ രാകേഷ് അവരോട് സ്നേഹത്തോടെ പെരുമാറുന്നതെല്ലാം ബിന്ദുവിന് വളരെ ഇഷ്ടപ്പെടുന്നു. ഭർത്താവ് എപ്പോഴാണോ രാവിലെ ജോലിക്ക് പോകുന്നത് അപ്പോഴൊക്കെ നമ്മുടെ രാകേഷും ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് വരും. ഇങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുമ്പോഴാണ് ഭർത്താവിൻ്റെ ഡ്രൈവർ ഈ രാകേഷ് വീട്ടിൽ വന്നു പോകുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത്.
അയാൾ അത് നായികയുടെ ഭർത്താവിനോട് പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ രാത്രി വീട്ടിൽ വന്ന ഭർത്താവ് എന്താ രാകേഷ് വീട്ടിൽ വന്നെന്നാണല്ലോ കേട്ടത്, എപ്പോൾ വന്നു എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ നായികയും കുറച്ച് പതറിപ്പോവാണ്. എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ ആ രാകേഷ് ദിവസവും വീട്ടിൽ വന്നു പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്തിനാണ് വന്നു പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. സത്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും പ്രണയത്തിലാണ് എന്ന് ഭർത്താവിനോട് പറയുമ്പോൾ അയാൾക്ക് ആ സ്ഥാനത്ത് ചിരിയാണ് വരുന്നത്. നിനക്ക് തലയ്ക്ക് വല്ല ഭ്രാന്തും പിടിച്ചോ, എന്താ സംസാരിക്കുന്നതെന്ന് ബോധമുണ്ടോ എന്ന് ചോദിച്ച് തൻ്റെ ഭാര്യ അവിടെ നിന്ന് വലിച്ചഴിച്ച് റൂമിലുള്ള കണ്ണാടിയുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തുന്നു. ഇവിടെ നോക്ക്, നിന്റെ മുഖം നോക്ക്, എത്ര വൃത്തികെട്ടതാണെന്നും വിരൂപമാണെന്നും അറിയാമോ? ഈ മുഖം പോയി ഒരു MLA മകൻ ലവ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? നിനക്ക് ആ പയ്യൻ ഇഷ്ടമാണെന്ന് പറ, അതിന് പകരം ആ പയ്യൻ നിന്നെ ലവ് ചെയ്യുന്നെന്നും അതിനായി വീട്ടിൽ വരുന്നുവെന്നും കള്ളം പറഞ്ഞാൽ തല്ലിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി തൻ്റെ ഭാര്യ അയാൾ അപമാനിക്കുന്നു. അപ്പോൾ പോലും ആ ഭർത്താവിന് തൻ്റെ ഭാര്യ മറ്റൊരു പയ്യനെ പ്രണയിക്കുന്നു എന്ന് പറയുന്നതിൽ സംശയമില്ല. തൻ്റെ ഭാര്യയെ ആ പയ്യനെ എങ്ങനെ പ്രണയിക്കും എന്നതിലാണ് സംശയം. ഇതിൽ നമ്മുടെ ബിന്ദു ഇനിയും തകർന്നു പോവാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ നായികയുടെ ഭർത്താവ് TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്കൊരു ചിന്ത വരുന്നു. ഭാര്യയൊക്കെ എപ്പോഴും വെറുതെ നിർത്തണം. കുറച്ച് നാളായി നമ്മൾ അവളോട് സ്നേഹമായി സംസാരിക്കാത്തത് കൊണ്ടാണ് അവളിങ്ങനെ ട്രാക്ക് മാറി പോകുന്നതെന്ന് തോന്നുന്നു എന്നൊക്കെ ചിന്തിച്ച് അയാൾ നേരെ റൂമിലേക്ക് വരുന്നു. അവിടെ തൻ്റെ ഭാര്യ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും ഭാര്യയുടെ കൈ പിടിച്ച് ആ വിരലുണ്ടല്ലോ, ആ വിരലൊടിച്ച് അയാൾ ഭാര്യയുമായി ബന്ധപ്പെടുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ നമ്മുടെ നായികയുടെ ചൂണ്ടുവിരൽ എന്താണ് ഇടയ്ക്കിടെ ഒടിഞ്ഞു പോകുന്നതെന്ന്. ഇങ്ങനെ 20 വർഷമായി അവർ ഈ കഷ്ടപ്പാട് അനുഭവിക്കുകയായിരുന്നു. ഇപ്പോൾ അവരും പുറത്ത് ഹാളിലിരുന്ന് പൊട്ടിക്കരയാണ്. അപ്പോഴാണ് രാകേഷിന്റെ അടുത്ത് നിന്ന് ഒരു മെസ്സേജ് വരുന്നത്. ഇവരും രാകേഷിനെ ഞാൻ നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നു എന്ന് മറുപടി അയക്കുന്നുണ്ട്. അപ്പോൾ ആ രാകേഷും തിരിച്ച് എങ്കിൽ ഞാൻ നാളെ ഉച്ചയ്ക്ക് വീട്ടിൽ വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ നായികയ്ക്ക് ഈ രാകേഷിൻ്റെ ഉദ്ദേശവും കുറച്ച് തെറ്റായ രീതിയിലാണോ എന്ന് തോന്നുന്നത്. അവൻ ശരിക്കും സ്നേഹത്തിന് വേണ്ടിയിട്ടാണോ നമ്മളോട് അടുക്കുന്നത്, അതോ വേറെന്തെങ്കിലും ആണോ എന്നവർ ചിന്തിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ രാകേഷ് അയച്ച മെസ്സേജിന് റിപ്ലൈ ചെയ്യാതിരിക്കുമ്പോൾ രാകേഷ് ഫോൺ വിളിച്ച് നോക്കുകയാണ്. ഇവർ കോൾ എടുക്കാത്തതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ രാകേഷ് ഇവരുടെ ഫോണിലേക്ക് ഒരു വീഡിയോ അയക്കുന്നു. ആ വീഡിയോയിൽ ഇവരും രാകേഷും ഒന്നിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇത് കാണുന്ന നായിക വളരെ ഭയപ്പെടുന്നു. ഈ കാര്യം പുറത്തു വന്നാൽ മാനം പോവല്ലോ എന്ന് വിചാരിച്ച് രാകേഷിനെ വിളിച്ചിട്ട് ഇതെന്തിനാ റെക്കോർഡ് ചെയ്തത്, ഉടനെ ഡിലീറ്റ് ചെയ്യ് എന്ന് പറയാണ്. അവിടെ രാകേഷും ചിരിക്കുകയാണ്. ഫോൺ ചെയ്താൽ റെസ്പോണ്ട് ചെയ്യില്ല, നീ എന്തോ വലിയ ആളാണോ, നീ പറഞ്ഞാൽ ഞാൻ ഡിലീറ്റ് ചെയ്യണോ? ഡിലീറ്റ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് അപ്പോഴാണ് ആ രാകേഷും അവൻ്റെ തനി നിറം കാണിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നായികയ്ക്ക് ആദ്യമായി സ്നേഹം ലഭിച്ചല്ലോ എന്ന് കരുതി നമ്മൾ ഇതിന് പോയി. പക്ഷെ അവസാനം ഇവരും നമ്മളെ ചതിച്ചല്ലോ, എന്തൊരു ജീവിതമാണത് എന്ന് വിചാരിച്ച് ഇപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു എത്തും പിടിയില്ലാതാവുന്നു. അങ്ങനെയാണ് പിറ്റേ ദിവസം നമ്മുടെ നായിക ഇതെല്ലാം കംപ്ലൈൻറ്റ് ചെയ്യാമെന്ന് കരുതി പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ നായികയുടെ ഭർത്താവിനും കോൾ ചെയ്ത് അവിടെ വരാൻ പറയുന്നു. നായികയുടെ ഭർത്താവ് അവിടെ എന്താണ് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഭാര്യ പറഞ്ഞത് സത്യമാണെന്ന് തോന്നുന്നു. ശരിക്കും ആ രാകേഷ് ഭാര്യയെ സ്നേഹിക്കുന്നത് പോലെ നടിച്ച് ചതിച്ചത് കൊണ്ടാകാം അവൾ സ്റ്റേഷനിൽ പോയതെന്ന് കരുതി ഭർത്താവും അവിടെ വരികയാണ്. ബിന്ദു നിനക്കെന്താ വട്ടാണോ? ശരി, ഓക്കെ, ഈ കാര്യം നമുക്കുള്ളിൽ നിൽക്കട്ടെ. ആ രാകേഷ് MLA മകനാണ്, അവനെതിരെ കേസ് കൊടുത്താൽ നമുക്കാണ് ആപത്ത് എന്ന് പറഞ്ഞ് ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, താൻ പിന്മാറണം എന്ന് അയാൾ വളരെ മോശമായി ചിന്തിക്കുന്നു. എന്നാൽ അവിടെ ഒരു വനിതാ പോലീസ് ഉണ്ട്. അവർ പറയാണ്, ഹലോ സർ, നിങ്ങളുടെ ഭാര്യ രാകേഷിന് മേലല്ല കേസ് കൊടുത്തിരിക്കുന്നത്, നിങ്ങളുടെ മേലെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ഇത് കേട്ട ഭർത്താവിന് ഒന്നും മനസ്സിലാവുന്നില്ല. എന്ത് കേസാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ 20 വർഷമായി നിങ്ങളുടെ ഭാര്യയെ പീഡിപ്പിച്ച് ജീവിക്കുകയാണ് എന്നവർ പറയുന്നു. അപ്പോഴാണ് നമ്മുടെ നായികയും ഈ 20 വർഷത്തിൽ എൻ്റെ കല്യാണത്തിന് ശേഷം നടന്ന ആദ്യ രാത്രി മുതൽ ഇന്നലെ രാത്രി വരെ ഭർത്താവ് എനിക്ക് ഇഷ്ടമാണോ അല്ലയോ എന്നൊരു വാക്ക് പോലും ചോദിക്കാതെ എന്നെ ഓരോ രാത്രിയും വേദനിപ്പിച്ച് എന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പെണ്ണ് നോ പറഞ്ഞാൽ അത് നോ തന്നെയാണ്, അത് ഭാര്യയായാലും ശരി നോ തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്ന ഒരു നോ പോലും അവൻ കേട്ടിട്ടേയില്ല. അങ്ങനെ 20 വർഷമായി സ്വന്തം ഭർത്താവിൽ നിന്ന് ഈ ദുരിതം അനുഭവിച്ചുകൊണ്ട് എൻ്റെ ഭർത്താവിനെതിരെ ഞാൻ ഈ കേസ് കൊടുക്കുകയാണ് എന്ന് നമ്മുടെ നായിക അവിടെ പറയുന്നു. ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഒരു സംശയം വരാം, ഭർത്താവിനെതിരെ മാത്രമാണ് കേസ് കൊടുത്തത്, എന്തുകൊണ്ട് ആ രാകേഷിനെതിരെ കൊടുത്തില്ല എന്ന്. അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ സ്വന്തം ഭാര്യയുടെ കാലിൽ വീണ് ഭർത്താവ് മാപ്പ് ചോദിക്കുന്നു. ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം, ഇതുവരെ നോക്കിയിട്ടില്ലെങ്കിലും ഇനി മുതൽ നോക്കാം, ദയവ് ചെയ്ത് ഈ കേസ് മാത്രം പിൻവലിക്കണം, പുറത്തിറങ്ങിയാൽ നാണക്കേടാവും എന്ന് പറഞ്ഞ് അവിടെ കാലിൽ വീണ് കെഞ്ചിക്കൊണ്ട് ആ കേസും അവർ പിൻവലിക്കുന്നു. അങ്ങനെ കാറിൽ പോകുന്ന വഴിയിലും ഇതിന് ശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാം, ലൈഫിൽ എന്ത് കാര്യമാണെങ്കിലും സംസാരിച്ച് തീർക്കാം, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ നടക്കാം എന്ന് നായികയോട് അവൻ പതുങ്ങി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ അവർ വീട്ടിലെത്താണ്. അപ്പോഴാണ് നായികയും ഇപ്പോൾ പോലും ഞാൻ കേസ് കൊടുത്തതുകൊണ്ടാണ് നീ ഭയപ്പെട്ടതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരട്ടെ എന്ന് ചോദിച്ച് ഇവർ പ്രണയിച്ച ആ രാകേഷ് ഒരു വീഡിയോ അയച്ചല്ലോ, ആ വീഡിയോ എടുത്ത് ഭർത്താവിനെ കാണിക്കുന്നു. അത് കണ്ട് അവനും ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പം നീ പറഞ്ഞത് സത്യമാണോ, ആ രാകേഷ് നിൻ്റെ കൂടെ ഒന്നിച്ചുണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അതെ, സത്യമാണ്, ആ രാകേഷ് മോശപ്പെട്ടവൻ തന്നെയാണ്, ഇതെല്ലാം വീഡിയോ എടുത്ത് അവൻ എന്നെ ഭീഷണിപ്പെടുത്തി. പക്ഷെ അവനെ ഞാൻ പ്രണയിച്ചിരുന്ന സമയത്ത് ഞാൻ വളരെ സമാധാനത്തിലായിരുന്നു. ഈ 20 വർഷം നീ എന്നെ എത്രമാത്രം കഷ്ടപ്പെടുത്തി, എന്നാൽ ഈ 2 ആഴ്ച അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോഴെല്ലാം ഞാൻ വളരെ സന്തോഷത്തിലായിരുന്നു. ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് എനിക്ക് തോന്നി.
ഇവനെ കണ്ടുപഠിക്ക് എന്ന് പറഞ്ഞ് അവർ ഭർത്താവിനെ കാർക്കിച്ച് തുപ്പുന്നു. അപ്പോഴാണ് ഇതുവരെ തൻ്റെ ഭാര്യയെ ഒരു വേലക്കാരിയെ പോലെയല്ല, വേലക്കാരിയേക്കാൾ വളരെ ക്രൂരമായാണ് താൻ വീട്ടിൽ വെച്ചിരിക്കുന്നത് എന്നെല്ലാം അവിടെ വെച്ച് അവൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഭാര്യയുടെ അടുത്ത് വന്നിട്ട് നമുക്ക് ആദ്യം മുതൽ എല്ലാം തുടങ്ങാം, എല്ലാം മറന്നേക്ക്, എനിക്ക് ഇനിയൊരു അവസരം കൂടി താ എന്നയാൾ ചോദിക്കുന്നു. ഓഹോ, എങ്ങനെ? 20 വർഷമായി എന്നെ ദിവസവും പീഡിപ്പിച്ചിട്ട് ഇപ്പോൾ ഒരു സോറി ചോദിച്ചാൽ എല്ലാം ശരിയാവോ? ഞാൻ കൊടുത്ത കേസ് ഇതുവരെ പിൻവലിച്ചിട്ടില്ല. ഞാൻ കോടതിയിൽ പോയി നീ എന്നോട് കാണിച്ച ക്രൂരതകളെല്ലാം പുറത്തു പറയുന്നതിലൂടെ എന്നെ പോലെ ദിവസവും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള വേദനകൾ പുറത്തു പറയാനാവാതെ ജീവിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഇതൊരു ബോധവൽക്കരണമാവും. അവരെ പീഡിപ്പിക്കുന്നവരുടെ ഭർത്താക്കന്മാർ തിരുത്തും എന്നവർ പറയുന്നു. അങ്ങനെ ഒരു സമയത്താണ് ആ രാകേഷ് ഉണ്ടല്ലോ, അവൻ വളരെ വേഗത്തിൽ ദേഷ്യത്തോടെ നമ്മുടെ നായികയുടെ വീട്ടിലെ വാതിലൊക്കെ തകർത്ത് കടന്നു വരുന്നത്. നിനക്ക് എത്ര ധൈര്യമുണ്ട് നമ്മൾ രണ്ടുപേരും ഉണ്ടായിരുന്ന വീഡിയോ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ അയച്ചു കൊടുക്കാൻ എന്നവൻ നായികയെ നോക്കി ചോദിക്കുന്നു. അവിടെ നമ്മുടെ നായികയും ചിരിക്കുകയാണ്. അതെ, നമ്മുടെ നായിക ഈ രാകേഷിനോട് ഇങ്ങനെയാണ് പ്രതികാരം ചെയ്തത്. അങ്ങനെ ഈ രാകേഷ് ഈ വീഡിയോ അയച്ച് നമ്മുടെ നായികയെ ഭീഷണിപ്പെടുത്തിയിരുന്നല്ലോ, അതേ വീഡിയോയിൽ ഈ രാകേഷും ഉണ്ടല്ലോ. എന്താടാ, ഒരു പെണ്ണിന് മാത്രമാണോ മാനമുള്ളത്, നിനക്കൊന്നുമില്ലേ എന്ന് ചോദിച്ച് ഇപ്പോൾ അതേ വീഡിയോ രാകേഷ് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് അയച്ചു കൊടുക്കുന്നു. ആ പെൺകുട്ടി അത് കണ്ടിട്ട് ഇവരുടെ കല്യാണം തന്നെ മുടങ്ങിപ്പോയി. ഇതിൽ ദേഷ്യം വന്നാണ് ഇപ്പോൾ രാകേഷ് വന്ന് നായികയെ ഭീഷണിപ്പെടുത്തുന്നത്. പകരത്തിന് നായികയും എന്താടാ ഭീഷണിപ്പെടുത്തുന്നത്, കൂടിയാ എന്ത് ചെയ്യും, ഈ വീഡിയോ ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്യും, അതിനപ്പുറം എന്ത് ചെയ്യാനാണ്, ഇങ്ങോട്ട് നോക്ക്, നീ ഈ വീഡിയോ പോസ്റ്റ് ചെയ്താൽ ഞാനും പോസ്റ്റ് ചെയ്യും. നിന്റെ അച്ഛൻ്റെ MLA ഇലക്ഷൻ വേറെ വരാൻ പോവല്ലേ, MLAയുടെ മകൻ ഇങ്ങനെയാണ് നടന്നതെന്ന് അറിഞ്ഞാൽ നാട്ടുകാരൊക്കെ നിന്നെ വലിച്ചു കയറും. എന്തു പറയുന്നു, വീഡിയോ വെച്ചുകൊണ്ടിരിക്കുന്നോ അതോ ഡിലീറ്റ് ചെയ്യുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ രാകേഷിനും എന്ത് ചെയ്യണമെന്ന് അറിയാതെ വരികയാണ്. അവൻ വേറെ വഴിയില്ലാതെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ഇതെല്ലാം കാണുന്ന ഭർത്താവും ഞെട്ടിപ്പോവാണ്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പരിഹരിച്ച നായികയും ഇതുവരെ കുടുംബം, അഭിമാനം എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചു. ഇനിയുള്ള കാലമെങ്കിലും നമുക്ക് വേണ്ടി ജീവിക്കാമെന്ന് പറഞ്ഞ്, അതായത് നായികയ്ക്ക് കാർ ഓടിക്കാൻ അറിയാമെങ്കിലും ഒരു തവണ പോലും ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ടില്ല. അങ്ങനെ തൻ്റെ ഭർത്താവിൻ്റെ കാർ എടുത്ത് അങ്ങനെ പോകുന്നതിലൂടെ ഈ കഥ അവസാനിക്കുന്നു. സോ കഥ എങ്ങനെയുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ? ഈ സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടെ തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.